അസമിലെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് താൻ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ശ്രദ്ധേയമാവുകയാണ്. 7 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നതും അമിത്ഷാ പറയുന്നുണ്ട്. ശനിയാഴ്ച ഡെറാഗണിലെ ലജിത് ബർഫുക്കൻ പോലീസ് അക്കാദമി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഹിതേശ്വർ സൈക്കിയായിരുന്നു അസമിൽ അന്നത്തെ മുഖ്യമന്ത്രി. ഞങ്ങൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയിരുന്ന സമയമായിരുന്നു അത്. 7 ദിവസം അസമിലെ ജയിലിൽ ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഷാ പറയുന്നത്. ഹിതേശ്വർ സൈക്കിയ 2 തവണ അസം മുഖ്യമന്ത്രിയായിട്ടുണ്ട്. 1983 മുതൽ 85 വരെയും 1991 മുതൽ 96 കാലത്താണ് മുഖ്യമന്ത്രിയായത്. ഞാനും അസമിൽ 7 ദിവസം ജയിൽ ഭക്ഷണം കഴിച്ചു. അസമിനെ രക്ഷിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെത്തി. ഇന്ന് വികസനത്തിന്റെ പാതയിൽ അസം മുന്നേറുകയാണ്. ലജിത് ബർഫുക്കൻ പോലീസ് അക്കാദമി അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ മികച്ച പോലീസ് അക്കാദമിയായി മാറുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും കേന്ദ്രമന്ത്രി സോനോവാളും ചടങ്ങിൽ ഉണ്ടായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിനെതിരെ പോരാട്ടം നടത്തി വിജയിച്ച ധീര പോരാളിയാണ് ബർഫുക്കനെന്നും പോലീസ് അക്കാദമിക്ക് ഈ പേര് നൽകിയതിന് മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മയ്ക്ക് നന്ദി അറിയിക്കുന്നുവെന്നും ബർഫുക്കന്റെ ജീവചരിത്രം 2 ഭാഷകളിൽ പഠിപ്പിക്കുന്നുണ്ടെന്നും ഇത് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. വരാനിരിക്കുന്ന 5 വർഷത്തിനുള്ളിൽ പോലീസ് അക്കാദമി രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് അക്കാദമിയായി മാറും. ഇതിന് ലജിത് ബർഫുക്കിന്റെ പേര് നൽകിയതിന് അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ധീരയോദ്ധാവ് ലജിത് ബർഫുക്കൻ അസമിനെ മുഗളന്മാർക്കെതിരെ വിജയിപ്പിക്കാൻ സഹായിച്ചു. ലജിത് ബർഫുക്കൻ ആസാം സംസ്ഥാനത്ത് മാത്രമായി പരിമിതപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ലജിത് ബർഫുക്കന്റെ ജീവചരിത്രം 23 ഭാഷകളിൽ പഠിപ്പിക്കുകയും വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഇതിനിടയിൽ ഷാ 316.82 കോടി രൂപയുടെ പാരാ ഹൈ പെർഫോമൻസ് സെന്ററിന്റെ തറക്കല്ലിട്ടത് വാർത്തയായിരുന്നു. നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തോട് ചേർന്നുള്ള സർദാർ പട്ടേൽ സ്പോർട്സ് കോംപ്ലക്സിൽ 10 വലിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാൻ പോവുകയാണ്. ഈ 10 കോംപ്ലക്സുകളിൽ 2036 ഒളിമ്പിക്സ് ഗെയിംസ് നടത്താൻ ഇന്ത്യ തീരുമാനിച്ചു. ഗുജറാത്ത് ഇതിനകം ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗുജറാത്തിലെ പാരാ അത്ലറ്റുകൾക്ക് സംസ്ഥാനതല ദേശീയ അന്തർദേശീയ മത്സരങ്ങൾക്കായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ ലോകോത്തര പരിശീലനം നൽകുന്നതിൽ പാരാ പെർഫോമൻസ് സെന്റർ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് അമിത്ഷാ പറയുകയുണ്ടായി. 2002 ഗുജറാത്തിന്റെ കായിക വിനോദത്തിന് 2 കോടി രൂപ മാത്രമായിരുന്നു ബജറ്റ്. അത് ഇന്ന് 325 കോടിയായി ഉയർന്നു. ഈ ബജറ്റ് തന്നെ കായിക രംഗത്തോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളുടെ ഏറ്റവും മികച്ച ദാതാവായി ഗുജറാത്ത് ഉയർന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം.